ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വരച്ചുകൊണ്ട് ഇടാൻ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇടാൻ പോകുന്ന ചൂണ്ട. സാധാരണ സ്റ്റീൽ ചൂണ്ടയാണ്, ചെറുത്. നമ്മളിപ്പോൾ അയില കോർക്കാൻ പോവാണ്. അയില എന്ന് പറഞ്ഞാൽ എര എന്ന് പറഞ്ഞാൽ ചെറിയ മീൻ, അതിനെ കോർക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ കോർക്കാൻ പോകുന്ന മീൻ. ഇതിനെയാണ് നമ്മൾ കോർക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങ് കോർക്കുവാണ്. ഇങ്ങനെ വായിക്കുവാണ്, ഇങ്ങനെ കയറ്റി ഇതിനകത്തോട്ടിങ്ങനെ കോർത്ത് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വളഞ്ഞിരിക്കും. ഇങ്ങനെയിരിക്കും മീൻ കോർത്ത് കഴിയുമ്പോൾ. ഇത് നമുക്കിടാം. നമ്മൾ ഈ കാണുന്ന കല്ലിനകത്തൊക്കെയാണ് ഇടാൻ പോകുന്നത്. അപ്പം ഇതുപോലൊരു കമ്പ് എടുത്തിട്ടുണ്ട്, നീളമുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കമ്പ്. ആ കമ്പിലോട്ട് നമുക്കിനി ഈ ചൂണ്ട ഉടക്കി വെക്കണം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പാണ്. അതിലോട്ട് നമ്മൾ ഇങ്ങനെ ഈ ചൂണ്ട ഇങ്ങനെ എടുത്തിട്ട് വള്ളി ഈ കോർത്ത് വെച്ചൊക്കെ നേരെ കറക്റ്റായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ കോർത്തെടുക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് മീൻ പിടിക്കാൻ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇര പിടിക്കുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. കാരണം ക്യാമറയും ഈ ഇരപിടുത്തവും എല്ലാം കൂടെ നമുക്ക് നടക്കത്തില്ല. അല്ലാതെ തന്നെ ഇരയൊന്നും കിട്ടത്തില്ല ഒരാൾ ഒറ്റയ്ക്ക് ഇര പിടിക്കാൻ ഇറങ്ങിയാൽ. തോർത്ത് വെച്ചാണ് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇരപിടുത്തമൊന്നും നമ്മളിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഇതുപോലുള്ള കല്ലിൻ്റെയൊക്കെ അടിയിലോട്ടാണ് നമ്മൾ ചൂണ്ടയിടുന്നത്. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, മീനുണ്ടോ ഇല്ലയോ എന്ന്. വാരിച്ചൂണ്ട മീൻ കയറി പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കമ്പയിലോട്ട് നോക്കി കാണാൻ പറ്റും. കണ്ടോ, കമ്പ് കുടയുന്ന കണ്ടോ? മീനുണ്ട് അതിനകത്ത്. ജസ്റ്റ് ചുമ്മാ നിട്ട് നോക്കി, അതിനകത്ത് മീനുണ്ടായിരുന്നു. ഇനി നമ്മളെ കമ്പ് അങ്ങ് എടുത്തങ്ങ് മാറ്റും. കമ്പെടുത്ത് ഇനി നമുക്ക് കമ്പിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ഹോളിലോട്ട് ചൂട്ട കയറി പോകാനാണ് നമ്മൾ ഈ കമ്പ് ഉപയോഗിക്കുന്നത്. അല്ലാതെ കമ്പിന് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇതേ മീനുണ്ട്. നമുക്ക് ഈ പൊത്തിയിൽ നിന്ന് മീൻ അടിച്ചിട്ടുണ്ട്. നമുക്ക് വലിച്ചിറക്കി നോക്കാം. ചെറിയ ആരകനാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് കാണാമോ എന്നറിയത്തില്ല. ഞാൻ കാണിച്ചാൽ ഇതൊരു ഞാൻ വലിച്ചിറക്കുവാണ്. എന്തൊരു നോക്കാം. നല്ല പിടുത്തമാണ്. കാണുന്നുണ്ടെന്ന് ഞാൻ അവിടെ കലങ്ങി മറിയുവാണ്. കല്ലിളക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഇറങ്ങി വരുന്നില്ല. മിസ്സാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി സൈസാണ്. ശകലം സൈസുണ്ട്. ഇതാണ് മീൻ. ഇച്ചിരി സൈസ് ആരാണ്. ഇതാണ് നമുക്ക് കിട്ടിയ ആരകൻ. ഇച്ചിരി സൈസുണ്ട്. അത്ര പുളുന്തല്ല. പുളുന്തെന്ന് പറഞ്ഞാൽ ചെറുത്. എനിക്ക് തോന്നുന്നൊരു ഒരു 1/2 കിലോ കാണുമെന്ന് തോന്നുന്നു. ഇതിനെ കണ്ടിട്ട് വെയിറ്റ് ഉണ്ട്. ഉണ്ടോ? എൻ്റെ കാലിൻ്റെ അത്രയും നീളമുണ്ട്. തീരെ ചെറുതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത്ര ചെറുതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പിടിച്ചത് ഇത് തീരെ ചെറുതായിരുന്നു. അത് ഈ ഏറിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഈ ആറാണ്, കക്കാട്ടാറാണ്. പെരുന്നാട്, പത്തനംതിട്ട പെരുന്നാട് കക്കാട്ടാറാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് നമുക്ക് കിട്ടിയ ആരകൻ.
അത്യാവശ്യം സൈസുണ്ട്, അത്ര ചെറുതല്ല. ഇങ്ങനെയാണ് നമുക്കിന്ന് കിട്ടിയത്. കണ്ടോ, ഇതാണ് നമുക്കിന്ന് കിട്ടിയ ആരകൻ. ചൂണ്ട അങ്ങ് അകത്ത് കയറി പോയിട്ടുണ്ട്. ചൂണ്ട എടുക്കാൻ പറ്റത്തില്ല, അതുപോലെ കയറി പോയിട്ടുണ്ട്. ഒരു ചൂണ്ട ഞാൻ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ചൂണ്ടയില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ചൂണ്ട അങ്ങ് അകത്ത് കയറി പോയിട്ടുണ്ട് മീൻ്റെ. ആരകൻ എന്നാണ് ഇവിടെ ഞങ്ങളൊക്കെ പറയുന്നത്. ആരൽ എന്നൊക്കെ പറയുന്നുണ്ട്, പലയിടത്തും പല പേരാണ് ഇതിന് പറയുന്നത്. ആരകനും ആരലിനും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പരിപാടി നിർത്തി. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.